ബിഗിനേഴ്സ് ഒക്കെ നമ്മൾ എന്തായാലും സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, നമുക്കൊരു മൈക്ക് അത്യാവശ്യമാണ്. അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി മൈക്ക് കുത്തിയതിന് ശേഷമുള്ള ഒരു വോയിസും കൂടെ ഞാൻ കേൾപ്പിക്കാം കേട്ടോ. എന്നാലും നമുക്ക് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. എത്രത്തോളം നോയ്സ് റിഡക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ വീഡിയോ കേട്ടോ. നമുക്ക് ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 1000 റുപ്പീസിൻ്റെ താഴെ റേറ്റ് വരുന്ന ഒരു മൈക്കിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇപ്പം ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് നമ്മുടെ ഫോണിലുള്ള ആ മൈക്കിൽ തന്നെയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഒരു മൈക്കിനെ പറ്റി പറയാൻ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല, എന്നാലും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈക്കാണ്. അപ്പം നിങ്ങൾക്കൂടെ ആർക്കെങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആർക്കെങ്കിലും യൂട്യൂബേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ കുറിച്ച് ചെയ്യുന്ന വീഡിയോ ആട്ടോ ഇത്. നിങ്ങൾക്ക് ഈ ചീവീടിൻ്റെ ഒക്കെ സൗണ്ട് നല്ലപോലെ കേൾക്കായിരിക്കും. ഇനി മൈക്ക് കുത്തിയതിന് ശേഷമുള്ള ഒരു വോയിസും കൂടെ ഞാൻ കേൾപ്പിക്കാം കേട്ടോ. എന്നാലും നമുക്ക് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ ഒരു മൈക്കിലാട്ടോ. ഇതിപ്പം നോയ്സ് റിഡക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. നോയ്സ് റിഡക്ഷൻ ചെയ്തിട്ടുള്ള വോയിസ് ഞാൻ കേൾപ്പിക്കാം. ഈ ഒരു പവർ ബട്ടണിൽ ഒരു വട്ടം നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പം ഇവിടെ ഒരു പച്ച കളർ ലൈറ്റ് കത്തും. ഒറ്റ വട്ടം കത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ലെവൽ നോയ്സ് റിഡക്ഷനാണ്. ഇപ്പോൾ ഒന്നാമത്തെ ലെവൽ നോയ്സ് റിഡക്ഷനിലാണ് ഇപ്പോൾ ഈ മൈക്കുള്ളത്. ഒരു വട്ടം കൂടെ നമ്മളിതിൽ ഞെക്കി കഴിയുമ്പോൾ 2 ലൈറ്റ് കത്തും. അപ്പം രണ്ടാമത്തെ ലെവൽ നോയ്സ് റിഡക്ഷൻ. ഇപ്പം മൂന്നാമത്തെ വട്ടം ഞെക്കിയപ്പം 3rd ലെവൽ നോയ്സ് റിഡക്ഷനിലാട്ടോ ഇപ്പം കിടക്കുന്നത്. എത്രത്തോളം നോയ്സ് റിഡക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഈ ഒരു മൈക്ക് നമുക്ക് ഇങ്ങനെ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മൈക്ക് ഏതെങ്കിലും ബ്രാൻഡ്സിന്റെ അറിയുവാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. 799 രൂപയ്ക്കായിരുന്നു കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്ത് നിന്ന് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും നോയ്സ് ഉണ്ടാകുന്നത്. അത്യാവശ്യം ചീവീടിന്റെ കിളികളുടെ എല്ലാം സൗണ്ട് വരുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ഇൻഡോർ ഒക്കെ മാത്രം ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് വർത്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മൈക്ക്. ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു കേട്ടോ. പെട്ടി നമ്മുടെ ഫ്രണ്ട് വെച്ച് തന്നെ പൊട്ടിച്ച് സാധനം ഇത് തന്നെ അല്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരുന്നു പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സേഫ് ആയിട്ടുള്ള പാക്കേജിംഗ് ആയിരുന്നു കേട്ടോ. ഇത് ഗ്രനാറോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ വയർലെസ് ആയിട്ടുള്ള മൈക്കാണേ. ഈ ഒരു ബോക്സിൽ ഈ ഒരു മൈക്കും അതിന്റെ റിസീവറും പിന്നെ ചാർജിങ് കേബിളുമാണ് വരുന്നത്. ഇതിന്റെ കൂടെ സി ടൈപ്പ് ചാർജിങ് കേബിളാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ബോക്സിൽ ഇതിന്റെ കൂടെ യൂസർ മാനുവലും ഒരു വാറണ്ടി കാർഡും ആട്ടോ ഉള്ളത്. ഇനി ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഫോൺ ചാർജ് ഒക്കെ ചെയ്യുന്ന ആ ഒരു പോർട്ടിൽ ഈ ഒരു റിസീവർ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിയുമ്പം ആ ഒരു 2 ബ്ലൂ ലൈറ്റുകൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു മൈക്കുമായിട്ട് കണക്ട് ആയി കഴിയുമ്പോൾ മാത്രമേ ആ ഒരു ബ്ലിങ്കിങ് നിൽക്കത്തുള്ളേ. ഇനി ഈ ഒരു മൈക്കിൽ പവർ ബട്ടണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മൈക്ക് ഓൺ ആവും. മൈക്ക് ഓൺ ആയി കഴിയുമ്പോൾ ഫ്രണ്ടിലെ ആ ഒരു പച്ച കളറിലെ ലൈറ്റ് ഓൺ ആവും. 6 മണിക്കൂർ വരെ ആട്ടോ ഇതിന്റെ ചാർജ് നിൽക്കുന്നത്. ഇപ്പം ഈ ഒരു മൈക്ക് ഓൺ ആയിട്ടുണ്ട്. ഈ മൈക്ക് ആ റിസീവറുമായിട്ട് കണക്ട് ആകുമ്പോൾ തന്നെ ആ ബ്ലിങ്കിങ് സ്റ്റോപ്പ് ആവും. പിന്നെ ഫുൾ ടൈം ആ ലൈറ്റ് അങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും, ആ ബ്ലൂ ലൈറ്റ്. നോയ്സ് റിഡക്ഷൻ എങ്ങനെ ആക്റ്റീവ് ആകുന്നതെന്ന് കാണിച്ചു തരാം. ഒരു വട്ടം ഇപ്പം ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ലെവൽ നോയ്സ് റിഡക്ഷൻ, ഒറ്റ വട്ടം ലൈറ്റ് കത്തും. ഇപ്പം രണ്ടാമത്തെ ലെവലിലാണ് 2 വട്ടം ലൈറ്റ് കത്തി. വട്ടം കൂടെ നമ്മൾ ഈ പവർ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ലെവൽ നോയ്സ് റിഡക്ഷൻ ഓൺ ആവും. ആ 3 ലെവൽ കഴിഞ്ഞ് ഒന്നുകൂടെ നമ്മൾ പ്രസ് ചെയ്യുമ്പം നോയ്സ് റിഡക്ഷൻ മോഡ് ഓഫ് ആവും. ഇനിയുള്ളത് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആട്ടോ. പവർ ബട്ടണിൽ ഡബിൾ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മ്യൂട്ട് ആവും. അപ്പം നമുക്ക് ആ മ്യൂട്ടിന്റെ സൈൻ അവിടെ കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്ക് ബിഗിനേഴ്സ് ഒക്കെ നമ്മൾ എന്തായാലും സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, നമുക്കൊരു മൈക്ക് അത്യാവശ്യമാണ്. അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആട്ടോ. ഇത്രയും നേരം കണ്ടിരുന്നതിനും കേട്ടിരുന്നതിനും ഒക്കെ താങ്ക്സ്.